ലീയുടെ അങ്കവാൽ. നല്ലവനായ കൃഷിക്കാരനായിരുന്നു വാങ്. വാങ്ങിന് ധാരാളം കോഴികളും ഉണ്ട്. വാങ്ങിന്റെ അയൽക്കാരനായ ലീ ആകട്ടെ എങ്ങനെയെങ്കിലും അതിലൊരു കോഴിയെ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിലെ ഉത്സവം വന്നെത്തി. വ്യാളി രാജാവിനെ ആരാധിക്കുന്ന ഉത്സവമാണത്. വാങ് കോഴികളെയെല്ലാം കൂട്ടിലാക്കി ഉത്സവത്തിന് പോയി. ആ തക്കത്തിന് ലീ വേഗം വാങ്ങിന്റെ കോഴിക്കൂട്ടിലെത്തി. മുഴുത്ത 2 കോഴികളെ മോഷ്ടിച്ച് കൊണ്ടുപോയി കറി വെച്ചു. 2 കോഴിയെ കാണാതായാൽ ആരറിയാനാ, ലീ ആലോചിച്ചു. ഉത്സവം കഴിഞ്ഞ് വീട്ടിലെത്തിയ വാങ് നോക്കുമ്പോൾ പതിവില്ലാതെ കോഴികൾ ഭയങ്കര ബഹളം. ഇതെന്ത് പറ്റി? വാങ് കോഴിക്കൂട്ടിലേക്ക് നോക്കി. 2 പൂവൻ കോഴികളെ ആരോ മോഷ്ടിച്ചു. പക്ഷെ ആരാണ് കള്ളൻ എന്നറിയാൻ തെളിവില്ല. എന്നാൽ ലീ വാങ്ങിന്റെ കോഴികളെ മോഷ്ടിക്കുന്നത് കണ്ട ഒരാളുണ്ടായിരുന്നു, വ്യാളി രാജാവ്. അതേസമയം കോഴിക്കറി കൂട്ടി അത്താഴമൊക്കെ കഴിച്ച് ലീങ് ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് അയാളുടെ ദേഹം ആസകലം ചൊറിയാൻ തുടങ്ങി. ഷ്യൂം! അതാ ലീയുടെ പുറകിൽ അങ്കവാൽ. അത് 1 അല്ല 2 എണ്ണം. അപ്പോഴേക്ക് ലീ ഒന്ന് തുമ്മി. ഹാച്ചി! അടുത്ത നിമിഷം അയാളുടെ തലയിലതാ 2 കോഴിപ്പൂവ്. ലീ പേടിച്ചു പോയി. പെട്ടെന്നൊരു അശരീരി കേട്ടു. വാങ്ങിന്റെ കോഴിക്കൂട്ടിൽ 1 ദിവസം മുഴുവനും കഴിഞ്ഞാൽ നിനക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടും. ലീ ഞെട്ടിപ്പോയി. താൻ കോഴിയെ മോഷ്ടിച്ച കാര്യം വാങ്ങിനോട് പറയേണ്ടി വരും. അതിന് ലീ തയ്യാറല്ലായിരുന്നു. അത് പറയാതെ കാര്യം നടത്താം ലീ തീരുമാനിച്ചു. അങ്ങനെ അങ്കവാൽ പുതപ്പ് കൊണ്ട് മറച്ച് തലയിൽ തൊപ്പിയും വെച്ച് ലീ പിറ്റേന്ന് വാങ്ങിനെ കാണാനെത്തി. വാങ്, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നിന്റെ കോഴിക്കൂട്ടിൽ കിടന്നോട്ടെ? ലീ ചോദിച്ചു. വാങ് ഞെട്ടിപ്പോയി. അയൽക്കാരനെ കോഴിക്കൂട്ടിൽ കിടത്തുകയോ? പറ്റില്ല പറ്റില്ല. അതോടെ സത്യം പറയാൻ തന്നെ ലീ തീരുമാനിച്ചു. അയാൾ പുതപ്പും തൊപ്പിയും മാറ്റി അങ്കവാലും കോഴിപ്പൂവും വാങ്ങിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഇവിടുത്തെ കോഴിയെ മോഷ്ടിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ. ഈ കോഴിക്കൂട്ടിൽ 1 ദിവസം മുഴുവൻ കഴിഞ്ഞാലേ ശരിയാവുള്ളൂ അത്രേ. ലീയുടെ അവസ്ഥ കണ്ടപ്പോൾ വാങ്ങിന് ലീയോട് ദയ തോന്നി. അങ്ങനെ ലീ അന്ന് മുഴുവൻ കോഴിക്കൂട്ടിൽ കഴിഞ്ഞു. അതോടെ അയാളുടെ അങ്കവാലും കോഴിപ്പൂവും അപ്രത്യക്ഷമായി. പിന്നീട് ഒരിക്കലും വാങ്ങിന്റെ കോഴികളെ ലീ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല, പ്രത്യേകിച്ച് ഉത്സവ ദിവസങ്ങളിൽ.